മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂരിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരു വ്യവസായ നഗരമൊക്കെ ആണെങ്കിൽ ഒരുപാട് കിടിലൻ ടൂറിസ്റ്റ് സ്പോട്ടുകളും കോയമ്പത്തൂർ സിറ്റിയോട് ചേർന്നുണ്ട്. കോയമ്പത്തൂർ സിറ്റിയോട് ചേർന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന 7 ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ കാഴ്ചകളും ട്രാവൽ ഇൻഫർമേഷനും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പാലക്കാട്ട് നിന്നും 10 മിനിറ്റ് ഗ്യാപ്പിൽ ഒരുപാട് കോയമ്പത്തൂർ ബസ്സുകൾ ഉള്ളതിനാൽ കോയമ്പത്തൂരിലേക്ക് എത്താൻ വലിയ പാടൊന്നുമില്ല. അതുകൂടാതെ ഇഷ്ടം പോലെ ട്രെയിനുകൾ ഇവിടേക്കുണ്ട്. ബസ്സിൽ വരുമ്പോൾ നമ്മൾ സിറ്റിയിൽ കയറി കഴിയുമ്പോൾ ആദ്യം എത്തുന്നത് ഉക്കടം ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലാണ്. ഈ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഉക്കടം ലേക്കാണ് കോയമ്പത്തൂരിലെ നമ്മുടെ ആദ്യത്തെ സ്പോട്ട്. ട്രെയിനിൽ വരുന്നവർക്ക് സ്റ്റേഷനിൽ ഇറങ്ങി 1.5 കിലോമീറ്റർ നടന്നു പോയാൽ ഈ ലേക്കിന് മുമ്പിൽ എത്താൻ പറ്റും. ഉക്കടം ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ലേക്ക് പാർക്കിൽ വരുന്നവരുടെ എണ്ണവും കൂടുതലാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8:30 വരെ നമുക്കിവിടെ പ്രവേശിക്കാൻ പറ്റും. ഇവിടെ കയറുന്നതിന് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നും കൊടുക്കേണ്ടതില്ല. പിന്നെ ഇവിടെ എത്തുന്നവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ പഴയ ബോട്ടുകളൊക്കെ പാർക്ക് സൈഡിൽ ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയും. കോയമ്പത്തൂർ സിറ്റിയുടെ നടുക്ക് ഇത്രയും വലിയൊരു ലേക്ക് ഉള്ളത് ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചെറിയ ഫുഡ് കൗണ്ടറുകളും കിഡ്സ് പ്ലേ ഏരിയയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണപ്രിയർക്കും കുട്ടികൾക്കും ഒക്കെ ലേക്ക് പാർക്കിൽ എത്തുന്നത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ പാർക്കിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ലവേഴ്സ് ബ്രിഡ്ജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രിഡ്ജിലൊക്കെ നിന്ന് വൈബടിച്ച് സൊറ പറയുന്ന ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ലേക്കിന്റെ സൈഡിലായിട്ട് ഐ ലവ് കോവൈ എന്നൊരു ഫോട്ടോ പോയിന്റും കൊടുത്തിട്ടുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ ഇതിന്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കാണ്. ലേക്കിന്റെ വൈബടിച്ചിരുന്ന് സംസാരിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്വസ്ഥമായിരുന്ന് സംസാരിക്കാൻ ഇവിടെ നല്ലൊരു ചോയ്സ് തന്നെയാണ്. ലേക്ക് പാർക്കിന് ഒരു കിടിലൻ ആംബിയൻസ് ഒക്കെ നൽകാൻ കുറേ പക്ഷികളുടെ മോഡലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സമാധാന അന്തരീക്ഷവും ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഉണ്ടെങ്കിലും അത് മാത്രമൊന്നുമല്ല, ബോട്ടിംഗ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. എൻറ്റാർട്ടിക്ക എന്ന സർവീസ് പ്രൊവൈഡറാണ് ഇവിടെ ബോട്ടിംഗ് ആക്ടിവിറ്റികളൊക്കെ നടത്തുന്നത്. ജെറ്റ് സ്കൈയും പൊണ്ടൂണും സ്പീഡ് ബോട്ടും ഷാർക്ക് ബോട്ടും ഒക്കെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. 500 രൂപ മുതലൊക്കെയാണ് ചാർജ്. ബഡ്ജറ്റ് ലെവൽ ട്രാവലർ ആയതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്തു. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ഈ ബോട്ടിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഈ ലേക്കിന്റെ സൈഡിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വന്നാലും ഒരു സീനും ഇല്ലാതെ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ കഴിയും. ലോക്കൽ കോവൈ ബജ്ജികളും ഡെസേർട്ടുകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഈ ശാന്തമായ അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ലേക്ക് പാർക്കിൽ ഒരുപാട് സമയമൊന്നും കളഞ്ഞേക്കരുത്. 1 മണിക്കൂർ സമയം ലേക്കിന്റെ വൈബൊക്കെ ആസ്വദിച്ച് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ലേക്ക് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലേക്ക് എത്തും. അവിടെ നിന്ന് കുറച്ച് നടന്നാൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടായ ഒപ്പനക്കര സ്ട്രീറ്റ് മാർക്കറ്റിൽ എത്താൻ പറ്റും. നമ്മുടെ കോഴിക്കോട്ടെ മിഠായി തെരുവിന്റെ ഒക്കെ ഒരു ഫീലാണ് എനിക്ക് ഒപ്പനക്കര സ്ട്രീറ്റ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. ഇവിടെ അത്യാവശ്യം എല്ലാ ഐറ്റംസും വളരെ വിലക്കുറവിൽ നമുക്ക് വാങ്ങാൻ കഴിയും. വഴിയോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സ്ട്രീറ്റിൽ തുണിയൊക്കെ വില കുറച്ച് വാങ്ങാൻ കഴിയും. തുണിയും ബാഗും വാച്ചും സീറ്റ്സും ഇലക്ട്രോണിക് ഐറ്റംസും ചെരുപ്പും ബുക്കും എന്ന് വേണ്ട എല്ലാ ഐറ്റംസും വാങ്ങാൻ കഴിയുമെങ്കിലും അത്യാവശ്യം പേശലൊക്കെ നടത്തേണ്ടി വരും. ഇനിയിപ്പോൾ ഒന്നും വാങ്ങിയില്ലെങ്കിൽ കൂടിയും ഈ മാർക്കറ്റിന്റെ വൈബ് അറിഞ്ഞ് ഇതിലെ നടക്കുന്നതിന് ഒരു വേറെ ലെവൽ ഫീലാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടാതിരിക്കാൻ മാർക്കറ്റിലെ കാഴ്ചകൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിന്റെ വൈബും ഫീലും ഒക്കെ ഇവിടെ വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. പിന്നെ പേശ് വാങ്ങുന്ന കാര്യം മറക്കണ്ട. മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത ശേഷം അവിടെ നിന്ന് 3.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടായ റേസ് കോഴ്സിൽ എത്താൻ പറ്റും. കോയമ്പത്തൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈബുള്ള പ്ലേസ് ആയിരുന്നു റേസ് കോഴ്സ്. അത്രയ്ക്ക് കിട്ടിലൻ ഫീലാണ് റേസ് കോഴ്സിൽ നിന്ന് കിട്ടുന്നത്. ശരിക്കും കോയമ്പത്തൂർ സിറ്റിയുടെ നടുവിലെ ഏറ്റവും പോഷ് ഏരിയയിൽ റോഡിനോട് ചേർന്നുള്ള ചെറിയൊരു വാക്കിംഗ് ഏരിയയാണ് ഈ റേസ് കോഴ്സ് പാർക്ക്. ഈ വാക്കിംഗ് ഏരിയയുടെ സൈഡിൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉച്ച സമയത്ത് വന്നാൽ പോലും നമുക്ക് കിട്ടുന്ന വൈബ് ഒന്ന് വേറെ തന്നെയാണ്. ലവേഴ്സിന്റെ ചാകര തന്നെയാണ് എപ്പോഴും റേസ് കോഴ്സിലുള്ളത്. മരങ്ങൾക്കിടയിൽ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്വസ്ഥമായിരുന്ന് പ്രണയിക്കാൻ ഇതിലും നല്ല സ്പോട്ട് കോയമ്പത്തൂരിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലവേഴ്സിന് മാത്രമൊന്നുമല്ല, ഫാമിലി ആയിട്ട് വന്നാലും എൻജോയ് ചെയ്യാൻ ഒരു കിട്ടിലൻ ഹാങ് ഔട്ട് പ്ലേസ് തന്നെയാണ് റേസ് കോഴ്സ് പാർക്ക്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു ചിൽഡ്രൻസ് ഏരിയ ആക്കി ഈ പാർക്കിൽ കൊടുത്തിട്ടുണ്ട്. മുതിർന്നവർ സംസാരിച്ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ കളിച്ച് തിമിർക്കാവുന്നതാണ്. ഒരു ഓപ്പൺ ജിമ്മും റേസ് കോഴ്സിന്റെ പ്രത്യേകതയാണ്. ശരിക്കും പ്രഭാത നടത്തത്തിനും ഈവനിംഗ് വാക്കിനും അതുകൂടാതെ വ്യായാമത്തിനു വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നെങ്കിലും ഇന്നിപ്പോൾ റേസ് കോഴ്സ് പാർക്ക് കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആയി എന്ന് പറയാൻ കഴിയും. ഈ പാർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് അങ്ങനെ ഷോപ്പുകളൊക്കെ കുറവാണ്. പിന്നെ ഉള്ളത് ഈ കുൽഫി കട മാത്രമാണ്. ഇവിടെ നിന്നൊരു കുൽഫിയൊക്കെ വാങ്ങി ഈ പാർക്കിന്റെ വൈബ് അറിഞ്ഞ് പ്രിയപ്പെട്ടവരുമായി ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കോയമ്പത്തൂരിലെ ഈ പോപ്പുലർ വാക്കിംഗ് ട്രെയിലിന്റെ വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്ത ശേഷം ഇവിടെ നിന്ന് 500 മീറ്റർ നടന്നാൽ നമുക്ക് നമ്മുടെ 4ാമത്തെ സ്പോട്ടായ GD കാർ മ്യൂസിയത്തിൽ എത്താൻ പറ്റും. 125 രൂപയാണ് ഇവിടെ കയറുന്നതിനുള്ള ചാർജ്. സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു ക്ലാസിക് കാർ മ്യൂസിയമാണ് GD കാർ മ്യൂസിയം.
100-ലധികം വിൻറ്റേജ് കാറുകളുടെ കാഴ്ചയും അവയുടെ ഹിസ്റ്ററിയും ഒക്കെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6:30 വരെ നമുക്കിവിടെ പ്രവേശിക്കാൻ പറ്റും. തിങ്കളാഴ്ചകൾ ഇവിടെ അവധിയായിരിക്കും. GD നായിഡു എന്ന ഒരു വണ്ടിപ്രാന്തൻ പണ്ട് വാങ്ങിച്ചു കൂട്ടിയ കാറുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെയുള്ളത്. ശരിക്കും കിട്ടിലം കാഴ്ച തന്നെയാണിത്. നമുക്കിതിലൊന്നും തൊടാനൊന്നും പറ്റത്തില്ല, എന്നാൽ ഇതിന് മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിലും വിൻറ്റേജ് കാറുകൾക്കൊരു വല്ലാത്ത ഭംഗി തന്നെയാണ്. പല കളറിലും പല സൈസിലുമുള്ള കാറുകളുടെ കാഴ്ച മൈൻഡ് ബ്ലോയിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ എത്തുമ്പോൾ ഈ വിൻറ്റേജ് കാറുകളുടെ കളക്ഷൻ ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. 2 നിലകളിലായിട്ടാണ് ഈ കാർ കളക്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ കാറുകളുടെയും മുമ്പിൽ അതിന്റെ പേരും ചരിത്രവും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വിൻറ്റേജ് കാറുകളുടെ കാഴ്ചക്കപ്പുറം കാറിനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. വണ്ടിപ്രാന്തന്മാർക്ക് ഒരു കിട്ടിലൻ ഓപ്ഷൻ തന്നെയാണ് GD കാർ മ്യൂസിയം. ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കാർ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരം കാണും. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരങ്ങളൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് ഗംഭീര കളക്ഷൻ തന്നെയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഈ GD കാർ മ്യൂസിയത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിന്റെ അവിടെ എത്താൻ പറ്റും. അവിടെ നിന്ന് 4 കിലോമീറ്റർ പോയാൽ കൗലി ബ്രൗൺ റോഡിലുള്ള ഫോറസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിന് അവിടെ എത്താവുന്നതാണ്. ഈ ഫോറസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിലെ കാട്ടുവഴിയിലൂടെ 500 മീറ്റർ നടന്നാൽ നമ്മുടെ 5ാമത്തെ സ്പോട്ടായ ഗ്യാസ് ഫോറസ്റ്റ് മ്യൂസിയത്തിൽ എത്താൻ പറ്റും. ഇവിടെ രാവിലെ 9 മുതൽ 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5:30 വരെയും നമുക്ക് പ്രവേശിക്കാൻ പറ്റും. എന്നാൽ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഇവിടെ അവധിയാണ്. 40 രൂപയാണ് ഇവിടെ കയറുന്നതിനുള്ള ചാർജ്. ഈ മ്യൂസിയത്തിന്റെ പുറത്തുകൂടി എപ്പോഴും മയിലുകളൊക്കെ കറങ്ങി നടക്കുന്ന കാണാൻ കഴിയും. ഇത് ശരിക്കും ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ്. അതുകൂടാതെ കോയമ്പത്തൂരിലെ ഏറ്റവും പോപ്പുലർ ആയ ഒരു മ്യൂസിയം കൂടിയാണിത്. റെഡ് സ്റ്റോൺ കൊണ്ട് ബ്രിട്ടീഷ് ഗോതിക് സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഈ മ്യൂസിയം ഇവിടെ വന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഫോറസ്ട്രി ആർട്ടിഫാക്ട്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഈ മ്യൂസിയത്തിലുണ്ട്. ടിമ്പറിന്റെയും നോൺ ടിമ്പറിന്റെയും വുഡ് ക്രാഫ്റ്റിന്റെയും വൈൽഡ് ലൈഫിന്റെയും എൻഡമോളജിയുടെയും ഒക്കെ വലിയൊരു സെഷൻ തന്നെ ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. അതുകൂടാതെ മൈക്കോളജിയുടെയും ജിയോളജിയുടെയും ആംസിന്റെയും ഫോറസ്റ്റ് എഞ്ചിനീയറിംഗിന്റെയും ഒക്കെ സെഷൻസ് ഈ മ്യൂസിയത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. 2 നിലകളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ മ്യൂസിയം 40 രൂപയ്ക്ക് വെർത്താണെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയിലെ വനങ്ങളിൽ നിന്നുള്ള ഫ്ലോറയുടെയും ഫോണയുടെയും ഒക്കെ സ്പെസിമെൻസ് അടങ്ങിയ കിട്ടിലൻ കളക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ പ്രകൃതി പഠനം നടത്തുന്നവർക്കും മറ്റ് സ്റ്റുഡൻസിനും ഒക്കെ ഈ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഈ മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഈ മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മുടെ 6ാമത്തെ സ്പോട്ടായ ബ്രൂക്ക്ഫീൽഡ് മാളിന്റെ അവിടെ എത്താൻ പറ്റും. അല്ലെങ്കിലും ചിമിട്ട സിറ്റിയായ കോയമ്പത്തൂരിൽ വന്നിട്ട് മാള് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. കോയമ്പത്തൂരിലെ ബെസ്റ്റ് ഷോപ്പിംഗ് സ്പോട്ട് തന്നെയാണ് ബ്രൂക്ക്ഫീൽഡ് മാള്. ഒരുപാട് വെറൈറ്റി ഷോപ്പുകളും ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ഇന്റീരിയറും ഒക്കെ ആയിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈസ് സ്പോട്ട് തന്നെയാണ് ബ്രൂക്ക്ഫീൽഡ് മാള്. അത്യാവശ്യം വലിയ മാള് തന്നെയാണ് ബ്രൂക്ക്ഫീൽഡ് മാള്. 5 നിലകളിലായി പണിതിരിക്കുന്ന ഈ മാളിന്റെ ബേസ്മെന്റിൽ നല്ലൊരു പാർക്കിംഗ് ഏരിയയും ഒക്കെ ഉണ്ട്. ഒട്ടുമിക്ക ബ്രാൻഡഡ് കമ്പനികളുടെയും ഔട്ട്ലെറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ എത്തിയിട്ട് ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങണമെങ്കിൽ ഇവിടെ എത്തിയാൽ മതി. ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും ഒക്കെ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലോറുകളിലും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് എത്താനും പറ്റും. കുട്ടികൾക്കുള്ള ഒരു ഗെയിമിംഗ് സോണും ടോപ്പ് ഫ്ലോറിലുണ്ട്. കൊച്ചുകുട്ടികളുമായി വരുന്നവർക്ക് ഈ ഫൺ മാക്സിലെത്തി അറമാദിക്കാവുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് കോർട്ടും ഈ മാളിലുണ്ട്. വ്യത്യസ്തമായ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫുഡ് കോർട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഒന്നും വാങ്ങിയില്ലെങ്കിൽ കൂടി ഈ മാളിന്റെ വൈബൊക്കെ ആസ്വദിച്ച് ഇതിൽ കൂടി നടക്കുന്നതിന് ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. ഈ മാളിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഒരു ഇമേഴ്സീവ് തിയേറ്ററും PVR മൾട്ടിപ്ലക്സും അതേപോലെ തന്നെ ഒരു സ്നോ ഫാന്റസിയും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് സമയം ഒരുപാടുണ്ടെങ്കിൽ ഇവിടെയും സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ബ്രൂക്ക്ഫീൽഡ് മാളിന്റെ നൈസ് ആംബിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത ശേഷം ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയാൽ നമ്മുടെ 7ാമത്തെ ഡെസ്റ്റിനേഷനായ VOC പാർക്കിൽ എത്താൻ പറ്റും. നമ്മൾ നേരത്തെ പോയ GD കാർ മ്യൂസിയത്തിന്റെ അടുത്തൊക്കെ തന്നെയാണ് VOC പാർക്ക്. എന്നാൽ 4 മണിക്ക് ശേഷം മാത്രമേ ഈ പാർക്ക് ഓപ്പൺ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് അവസാനത്തെ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ മാറ്റിവെച്ചത്. ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ കോയമ്പത്തൂരുള്ളവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സ്പോട്ടാണ് VOC പാർക്ക്. ഇവിടുത്തെ ആംബിയൻസും ഫീലും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ചെറിയ കിഡ്സ് പ്ലേ ഏരിയയും ഒരു ജൂറാസി സെറ്റപ്പും ഒക്കെ ഈ പാർക്കിലുണ്ട്. കോയമ്പത്തൂരിലെ മറ്റു പാർക്കുകൾ പോലെയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് ഒക്കെ എപ്പോഴും ഇവിടെ ഓർഗനൈസ് ചെയ്യപ്പെടാറുണ്ട്. വ്യത്യസ്തമായ ഫെയറുകളും എക്സിബിഷനുകളും കൾച്ചറൽ ഇവന്റും ഒക്കെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ കോയമ്പത്തൂരുള്ള ലോക്കൽ പീപ്പിൾസ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പാർക്കാണ് VOC പാർക്ക്. സ്നാക്സ് ഐറ്റംസും ലോക്കൽ ഫുഡും ഒക്കെ ഈ പാർക്കിന്റെ പരിസരങ്ങളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഒരു താജ്മഹൽ മിനിയേച്ചറും പീരങ്കിയുടെ മോഡലും ഒക്കെ പാർക്കിലെ കാഴ്ചകളാണ്. മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഇവിടെ നടത്താറുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഇവിടെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഒരു സ്നോ വേൾഡ് പരിപാടിയൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 120 രൂപയാണ് ഇവിടെ കയറുന്നതിന് ചിലവായത്. നമ്മുടെ ആതിരപ്പള്ളിയിലെ സ്നോ സ്റ്റോമിലൊക്കെ കാണുന്ന ഒരു സംഗതിയൊക്കെയാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇവിടെ കുറേ സമയം മഞ്ഞിൻ്റെ ഒരു എൻവയോൺമെന്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത ശേഷം അടുത്ത സെഷനിൽ ഒരു മെർമെയ്ഡ് ഷോയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇങ്ങനത്തെ പ്രോഗ്രാംസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് കോയമ്പത്തൂർ സിറ്റിയോട് ചേർന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന 7 സ്പോട്ടുകൾ. കോയമ്പത്തൂരിനോട് ചേർന്ന് ആദിയോഗി പോലുള്ള ഗംഭീര ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ടെങ്കിലും ഗാന്ധിപുരത്തിൽ നിന്ന് 30 കിലോമീറ്റർ യാത്ര ചെയ്താലേ നമുക്ക് ആദിയോഗിയിൽ എത്താൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ കൂടെ അതുകൂടെ കവർ ചെയ്യാൻ പോയാൽ തീരത്തില്ല. അതുകൊണ്ട് ആദിയോഗിക്കായിട്ട് മറ്റൊരു ദിവസം മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഈ 7 സ്പോട്ടുകളും കോയമ്പത്തൂർ സിറ്റിയോട് ചേർന്ന് ഒരു 4-5 കിലോമീറ്ററിനുള്ളിൽ ഇരിക്കുന്ന സ്പോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് നൈസായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. ആദിയോഗിയിലെ കാഴ്ചകൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കോയമ്പത്തൂരിൽ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ കഴിയുന്ന സ്പോട്ടുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.